വിഷു എന്ന് പറയുന്ന ആഘോഷം ഞങ്ങൾക്കില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ചുറ്റും നമ്മുടെ താമസിക്കുന്ന എല്ലാവരും വിഷു ആഘോഷിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ നമ്മളും നന്നായിട്ട് വിഷു ആഘോഷിക്കും കേട്ടോ. അപ്പോൾ ഈ വിഷു ആഘോഷിക്കുമ്പം ഏറ്റവും കൂടുതൽ എന്ന് പറയാനുള്ളത്, എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നൊക്കെ എനിക്ക് ഉണ്ണിയപ്പം കൊണ്ടുതരും ഞങ്ങളുടെ അയൽവക്കത്തിരിക്കുന്ന എല്ലാവരും. അപ്പോൾ ഞാൻ അവരോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരു കലത്തിലാണ് ഉണ്ണിയപ്പെങ്കിൽ എൻ്റെ വീട്ടിൽ 3 കലത്തിലാണ് ഉണ്ണിയപ്പം ഉള്ളതെന്ന്. അത്രയും ഉണ്ണിയപ്പം ഉണ്ടാവും കേട്ടോ വീട്ടിൽ, തിന്നാലും തീരില്ല. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരൊക്കെ നമുക്ക് കൈനീട്ട് തരും കേട്ടോ. അന്നത്തെ കാലത്ത് 20 രൂപയൊക്കെ തരിക, പക്ഷെ അതൊക്കെ വലിയ പൈസ കേട്ടോ. ആ പൈസയ്ക്ക് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത് അത് വളരെ സന്തോഷമുള്ള നല്ലൊരു ഓർമ്മയുള്ള കാര്യം കേട്ടോ. ഇപ്പം ഞാനിവിടെ ഒരു കുഞ്ഞു ഉണ്ണിക്കണ്ണനെ വരയ്ക്കാൻ ശ്രമിച്ചതാണ് കേട്ടോ. അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല എന്നറിയാം. ഷെയ്ഡിങ് കൊടുത്തതിലൊക്കെ കുറേ മിസ്റ്റേക്ക് ഉണ്ട്, കണ്ണൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട്. എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് വരച്ചതല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഈ ഉണ്ണിക്കണ്ണനെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഒരു നല്ല വിഷു നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസിക്കാം കേട്ടോ. ഹാപ്പി വിഷു.